നമസ്കാരം. ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ പ്രധാനപ്പെട്ട സന്ദേശത്തെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാന്റെ നാമങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓം നമോ നാരായണായ എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതായ നാമങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക, മറ്റ് കാര്യങ്ങൾ വിട്ടുകളയുക. ഭഗവാന്റെ സന്ദേശത്തിലൂടെ പരാമർശിക്കുവാൻ സാധിക്കുന്നതിൽ പ്രഥമമായത് നിങ്ങളുടെ ചില കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇപ്പോൾ വളരെ കാലമായി ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ മനസ്സിൽ ഏത് കാര്യമാണോ സാധിക്കണം, അത്തരത്തിലൊരു ചിന്ത, ആഗ്രഹം നിങ്ങൾക്കുള്ളത്, ആ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് തീർച്ചയായും പൂർണ്ണമായും മനസ്സിലാക്കുവാൻ ഈ വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണുവാനായി ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ, പ്രധാനമായും സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതായ പ്രയാസങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ലഭിക്കാവുന്നതായ ചില പരിഹാരങ്ങൾ തെളിയുന്നു എന്നുള്ളതാണ്. ചില പ്രയാസങ്ങൾ മാറിക്കിട്ടണം, സാമ്പത്തിക സ്ഥിരത വന്നു ചേരണം എന്ന പ്രാർത്ഥനയോ മനസ്സിലെ ആ ആഗ്രഹമോ നിങ്ങളിൽ പലർക്കുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാമ്പത്തിക പുരോഗതി അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പുരോഗതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. സാമ്പത്തികം വന്നു ചേരുന്നതിനുള്ള മാർഗങ്ങൾ, പല മാർഗങ്ങളും നിങ്ങളുടെ മുൻപിൽ തെളിയും എന്നും കാണുവാനായി സാധിക്കുന്നു. എന്നാൽ തടസ്സങ്ങൾ മൂലം നിങ്ങൾ വിചാരിച്ച ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നില്ല എന്ന് കാണുന്നു. അപ്പോൾ നിങ്ങളുടെ മാർഗത്തിൽ എന്ത് തടസ്സമാണോ ഉള്ളത്, അത് മാറിക്കിട്ടുന്നതിലൂടെ സാമ്പത്തികം, ധനം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതുമാകാം. അതുപോലെ തന്നെ മറ്റ് വ്യക്തികൾ നിങ്ങളെ സാമ്പത്തികമായി സഹായിക്കുന്ന കാര്യവുമാകാം. അപ്പോൾ എന്താണ് എങ്കിലും നിലവിലെ ആ മോശം സാമ്പത്തിക സ്ഥിതിയിൽ ഒരു ആശ്വാസം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായാണ് കാണുവാനായി സാധിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ അറിയാതെ, നിങ്ങളെ മനഃപൂർവ്വം അറിയിക്കാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങളിൽ മറച്ചു പിടിക്കുന്നതായ സാഹചര്യം, ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് അത്തരം ചില സാഹചര്യങ്ങളുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. നിങ്ങളിൽ പലർക്കും അത്തരമൊരു സാഹചര്യം ഉണ്ടാകാം. അതേപോലെ തന്നെ നിങ്ങളോട് വളരെയധികം സ്നേഹത്തോടെ നിന്നിരുന്നതായ ആളുകൾ യാതൊരു വിധത്തിലും പ്രകോപനം കൂടാതെ നിങ്ങളിൽ നിന്നും അകലം പാലിക്കുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. നിങ്ങളുമായി സംസാരിക്കാതെ ഇരിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട് എന്നും, അല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കുന്നതായ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽ പെട്ടിരിക്കുന്നു, അത്തരമൊരു സാഹചര്യമുള്ള വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും അതിലൊരു വ്യക്തത കൂടുതലായും നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചില തീരുമാനങ്ങൾ തന്നെ നിങ്ങൾക്ക് കൈക്കൊള്ളുവാൻ സാധിക്കും എന്നും കാണുവാനായി സാധിക്കുന്നു. മനസ്സിലുള്ള സംശയങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ധാരണ തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുന്നതായ വ്യക്തിയാണ് എങ്കിലും അവിടെ നിങ്ങൾക്ക് സ്നേഹവും ബഹുമാനവും അംഗീകാരവും ലഭിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത് എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. ഇപ്പോൾ തൊഴിലുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളും നേടുന്ന വ്യക്തികൾ തന്നെയായിരിക്കാം നിങ്ങളിൽ പലരും. അപ്പോൾ അത്തരമൊരു സാഹചര്യം അല്ലെങ്കിൽ അത്തരമൊരു വ്യക്തികളുടെ എനർജി ഇവിടെ കാണുവാനായി സാധിക്കുന്നു. എന്നാൽ ആ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കുന്ന, നിങ്ങളെ പ്രശംസിക്കുന്ന, ബഹുമാനത്തോടെ കാണുന്ന ഒരു സമയമാണ് നിങ്ങളിലേക്ക് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിൽ വന്നു ചേരാൻ, എത്തിച്ചേരാൻ പോകുന്നത് എന്ന് കാണുന്നു. അതുപോലെ തന്നെ എപ്പോഴും ഒറ്റയ്ക്കാണ് എന്ന് അത്തരമൊരു ചിന്ത നിങ്ങളിലുണ്ട്.
അത്തരം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ നിങ്ങളെ വിശ്വസിക്കുന്ന, നിങ്ങൾക്കൊപ്പം നിൽക്കാൻ തയ്യാറുള്ള ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്ന് കാണുന്നു. അകലം പാലിച്ച് പലപ്പോഴും പല വ്യക്തികളും നിൽക്കുന്നു എന്നതും നിങ്ങളിൽ പ്രയാസം സൃഷ്ടിക്കുന്നു എന്ന് കാണുന്നു. നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങളുടെ ചുറ്റിലും വന്നു ചേരുകയും അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിലുള്ള പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് ചില വ്യക്തികൾ മൂലമായിരിക്കാം എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് എന്ത് തന്നെയാണ് എങ്കിലും നിങ്ങളുടെ വിശ്വാസമുള്ള ചില ആളുകളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നു. അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. ചിലരുടെ സാമീപ്യം നിങ്ങൾക്ക് സന്തോഷം നൽകുവാനുള്ള സാധ്യതകളും വർദ്ധിക്കും എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങളിൽ നിന്നും പലരും പലപ്പോഴും അകലം പാലിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. സാമ്പത്തികമായ പ്രതിസന്ധികൾ മൂലം ചില കാര്യങ്ങൾ നിർബന്ധപൂർവം ഒഴിവാക്കിയിട്ടുള്ള സാഹചര്യമുണ്ട്. പിന്നീട് ചെയ്യാം എന്ന രീതിയിൽ മാറ്റിവയ്ക്കുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും പുരോഗതി വന്നു ചേരുമ്പോൾ നഷ്ടപ്പെടുത്തിയതായ അല്ലെങ്കിൽ വേണ്ട എന്ന് വച്ചതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരും എന്നും കാണുന്നു. സാമ്പത്തിക പ്രതിസന്ധി മൂലം എന്താണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയത്, അതെല്ലാം തിരികെ നേടുവാനുള്ള അവസരങ്ങൾ ഭഗവാനായി തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. അതിലൂടെ പല വിധത്തിലും സന്തോഷം, സമാധാനം, നേട്ടങ്ങൾ എന്നിവ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ പോകുന്നതായാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികമായി മുന്നേറ്റത്തിന് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നതായ വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുവാനായി സാധിക്കുന്നു. അതായത് നിങ്ങൾക്ക് ചില വഴികളിൽ തുടരണോ അല്ലെങ്കിൽ മുന്നോട്ട് പോകുവാനുള്ള മറ്റ് മാർഗങ്ങൾ തേടണോ എന്ന് അറിയാതെ ഉത്തരം കിട്ടാതെ നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുവാനായി സാധിക്കുന്നു. എന്നാൽ നിങ്ങളിൽ പലവിധ പ്ലാനുകളുണ്ട് എന്നും അത് നടപ്പിലാക്കുവാൻ സാധിക്കാത്തതായ നിരാശ നിങ്ങൾക്കുണ്ട് എന്നും ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു. പല വിധത്തിലും തടസ്സങ്ങൾ നിങ്ങൾക്ക് മുൻപിലുണ്ട്. പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അല്ലെങ്കിൽ ചില നെഗറ്റീവായ ചിന്തകൾ, വ്യക്തികൾ നിങ്ങളെ പുറകിലേക്ക് വലിക്കുന്നതായ സാഹചര്യങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. എന്നാൽ പലപ്പോഴും ഈ കാര്യങ്ങൾ പലർക്കും അറിയാത്തതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതായത് നിങ്ങൾ പലരോടും ഈ കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല എന്നും കാണുവാനായി സാധിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഈ മാർഗം ഉപേക്ഷിച്ച് മറ്റൊരു മാർഗം തിരഞ്ഞെടുത്താൽ അത് വിജയിക്കുമോ എന്ന ആശങ്ക നിങ്ങളിലുണ്ട്. അല്ലെങ്കിൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങളിൽ മാറ്റം സംഭവിച്ചാൽ അത് നിങ്ങൾക്ക് തിരിച്ചടിയായി തീരുമോ എന്ന ഭയം നിങ്ങളിലുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. അപ്പോൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശം, ശക്തരായ വ്യക്തികളാണ് നിങ്ങൾ എന്നും ഏത് കാര്യം ചെയ്യുമ്പോഴും അത് പൂർണ്ണതയോടെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും എന്ന വിശ്വാസത്തോടെയും പൂർണ്ണ മനസ്സോടെ തന്നെ നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കണം എന്ന് കാണുന്നു. പലരും അത്തരത്തിൽ ചെയ്യുന്നു. എങ്കിലും ചില അവസരങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ആശയങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരാൽ പറഞ്ഞു നൽകുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളെ പ്രവൃത്തിക്ക് വിപരീതമാകുന്നു. അതിനാൽ പല കാര്യങ്ങളും ഉപേക്ഷിക്കുന്നതായ സാഹചര്യം പോലുമുണ്ട്. അതിനാൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ ഒരു പുനർവിചിന്തനം നടത്തണം എന്നും കാണുവാനായി സാധിക്കുന്നു. ഊർജ്ജസ്വലരായ വ്യക്തികളുടെ ഊർജവും ഇവിടെ കാണുന്നു. ഏത് കാര്യം ചെയ്യുമ്പോഴും മടിയോ അലസതയോ കാണിക്കാതെ പൂർണ്ണമായും ആത്മാർത്ഥമായി തന്നെ നിങ്ങൾ പരിശ്രമിക്കാറുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. ഒരിക്കലും നിങ്ങൾ പല കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് ദോഷം വരണം എന്ന് ആഗ്രഹിക്കാറില്ല. ചുറ്റുമുള്ളവരും നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. എങ്കിലും ചില വ്യക്തികൾ മൂലം അത്തരം പ്രശ്നങ്ങൾ ഉള്ളതിനാൽ തന്നെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ അത്തരം ചിന്തകൾ തടസ്സമായി നിൽക്കുന്നു എന്നും കാണുന്നു. അതിനാൽ ആരെയും ആശ്രയിക്കാതെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെ
ഒക്കെ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് കാണുന്നു. അതിന് ഭഗവാൻ നിങ്ങളെ ശരിയായ രീതിയിൽ ഒരുക്കും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ വിഷമങ്ങളിൽ തളരാതെ ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ നീങ്ങണം എന്നാണ് ഈ സന്ദേശത്തിലൂടെ അർത്ഥമാക്കുന്നത്.